നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 481st day. Today 6th chapter 81st ശ്ലോകം. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 481 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 81ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരി ഗണപതി നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 81ാമത്തെ ശ്ലോകം. തത്രായയോ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ശനൈ ശനൈ. തത്രായയോ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേംണാ പഠൻ ഭാഗവതം ശനൈ ശനൈ. ഓം ശ്രീകൃഷ്ണായ നമഃ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, അവിടെ വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി സന്തോഷത്തോടുകൂടി ആഗതനായി. നാരദർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വ്യാസൻ്റെ പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി ആഗതനായി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ എങ്ങനെയുള്ള വ്യാസപുത്രൻ എന്ന് ആ വ്യാസപുത്രനെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. എത്ര വർണ്ണിച്ചാലും മതി വരാത്ത ആ വ്യാസപുത്രനെ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് എന്നറിയാതെ പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ. തത്രായോ എപ്പോഴും 16 വയസ്സ് മാത്രമാണെന്ന് തോന്നുന്ന, യോഗമാഹാത്മ്യം നിമിത്തം എപ്പോഴും 16 വയസ്സ് മാത്രമാണ് എന്ന് തോന്നിക്കുന്ന മനോഹര ആകൃതിയോട് കൂടിയിട്ടുള്ള വ്യാസൻ്റെ പുത്രനായിട്ടുള്ള ജ്ഞാനം എന്ന മഹാസമുദ്രത്തിൽ ജ്ഞാന മഹാബ്ദി ചന്ദ്രമ ജ്ഞാനമാകുന്ന ആ മഹാസമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന പുഷ്ടിപ്പെടുത്തുന്ന ചന്ദ്രനായിട്ടുള്ള ആത്മാനന്ദത്തിൽ നിത്യതൃപ്തനായിട്ടുള്ള ആ വ്യാസപുത്രൻ കഥ അവസാനിക്കുമ്പോൾ, അതായത് ഭാഗവത കഥ അവസാനിച്ച ആ സമയത്ത് പ്രേമത്തിൻ്റെ ആധിക്യ നിമിത്തം ഭാഗവതത്തെ അല്പാൽപ്പം മെല്ലെ മെല്ലെ ഉച്ചരിച്ചുകൊണ്ട് അവിടെ എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. വ്യാസൻ പുത്രൻ ആയിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി അവിടെ എത്തിച്ചേർന്നു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞിട്ട് എങ്ങനെയുള്ള ശ്രീശുക ബ്രഹ്മർഷി, ആ ശ്രീശുക ബ്രഹ്മർഷിയെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ശ്രീശുക ബ്രഹ്മർഷിയാണ് വ്യാസഭഗവാനിൽ നിന്നും ഈ കഥ ഗ്രഹിച്ച് പരീക്ഷിത്ത് മഹാരാജാവിന് ആദ്യമായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ജീവൻ മുക്തനായ പരീക്ഷിത്ത് മഹാരാജാവ് 7ാം ദിവസം തൻ്റെ ശരീരത്തെ വെടിയുന്നത് നമുക്ക് കാണാം. നമ്മുടെ നിത്യജീവിതത്തിൽ തന്നെ നാം ജീവൻ മുക്തരാകുന്നത്, മരണഭയത്തെ ഇല്ലാതാക്കി ആ പരബ്രഹ്മവുമായി ചേർന്ന് വസിക്കുന്നതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ജീവൻ മുക്തി ലഭിച്ചിട്ടുള്ള മഹാത്മാവാണ് ഈ വ്യാസൻ്റെ പുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി. അദ്ദേഹത്തിൻ്റെ യോഗമാഹാത്മ്യ നിമിത്തം എപ്പോഴും 16 വയസ്സ് മാത്രം തോന്നുന്നതും വസ്ത്രങ്ങളൊന്നും ഉടുക്കാത്തതും ദേഹബോധമേ അല്പം പോലും ഇല്ലാത്തവനുമായിട്ടുള്ള അദ്ദേഹം ജ്ഞാനമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിയിട്ടുള്ള പൂർണ്ണ ചന്ദ്രൻ വളർന്നുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ പോലെയുള്ള അദ്ദേഹം എപ്പോഴും തൻ്റെ ആത്മാവിൽ തൃപ്തിയായിട്ടുള്ളവൻ, പ്രേമത്തോടുകൂടി അല്പാൽപ്പം മെല്ലെ മെല്ലെ ശ്രീമദ് മഹാഭാഗവതം ഉച്ചരിച്ചുകൊണ്ട് ആ സ്ഥലത്ത്, അതായത് ഗംഗാനദിയുടെ തീരത്തായിട്ടുള്ള ആനന്ദം എന്ന തടത്തിൽ എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി.
തത്രായയോ ഷോഡശവാർഷിക സദാ വ്യാസാത്മജോ ജ്ഞാനമഹാബ്ദിചന്ദ്രമാ കഥാവസാനേ നിജലാഭപൂർണ പ്രേംനാപടൻ ഭാഗവതം ശനേ ശനേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.